രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന സാമൂഹിക ഇടപെടലുകളിലൂടെയും പൊതുപ്രവർത്തനങ്ങളിലൂടെയും എവർക്കും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് നിയാസ് ആണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ സംസ്ഥാന വനിതാ ലീഗ് നേതാവുമായ സുഹറ മമ്മടിന്റെ മകനായ അഡ്വക്കേറ്റ് നിയാസ് ഇത്തവണ പെരുമ്പടപ്പ് ബ്ലോക്കിലേക്ക് മൂക്കുതല ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിയാണ്. നമസ്കാരം. നമസ്കാരം. ഏതുവരെ ഈ പ്രചരണം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വോട്ടർമാരെയും ഒരു തവണയെങ്കിലും നേരിട്ട് കാണണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊത്തം 8 വാർഡുകളാണ് ഈ ബ്ലോക്ക് ഡിവിഷനിലുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ വാർഡുകളിലും ഇങ്ങനെ കവറായിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആയിട്ട് എല്ലാവരും നേരിൽ കാണാനുള്ള ശ്രമത്തിലാണ്. എങ്ങനെയുണ്ട് എല്ലാവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവരുടെ സപ്പോർട്ടും പ്രതികരണമൊക്കെ എങ്ങനെയാണ്? നല്ല റെസ്പോൺസാണ്. പൊതുവിൽ യുവ തലമുറയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു യുവതലമുറയിൽപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് നല്ല സ്വീകാര്യതയാണ് എല്ലാ ഭാഗത്തുനിന്നും ലഭിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളുടെ അടുത്തു നിന്നൊക്കെ. പിന്നെ വലിയ സന്തോഷം. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാവല്ലേ, ഒരു ജനപ്രതിനിധിയാവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണല്ലോ തെരഞ്ഞെടുപ്പ്. അതിൽ കണ്ടസ്റ്റ് ചെയ്യുക, വാശേരി ഒരു പോരാട്ടം കാഴ്ചവെക്കുക, അത്രേ ഉള്ളൂ. ആദ്യമായിട്ടാണ് അപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടുന്നത്? തെരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടുന്നത് വളരെ ചെറുപ്പം മുതൽ തന്നെ നേരിടുന്നുണ്ട്. ഉമ്മ വളരെ ചെറുപ്പം, ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ഉമ്മ മത്സരരംഗത്തുണ്ട്, ഉപ്പ മത്സരിച്ചിട്ടുണ്ട്, ജ്യേഷ്ഠൻ്റെ വൈഫ് മത്സരിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ തറവാട്ടിൽ നിന്ന് ഞാനാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടല്ല, ഞങ്ങളൊക്കെ പൊളിറ്റിക്കലി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ ചെറുപ്പം മുതലേ കൈകാര്യം ചെയ്തു വരുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് പാർട്ടി നമുക്ക് അത്തരത്തിലൊരു അവസരം തരികയാണ്. പാർട്ടി തരുന്ന അവസരം വിനിയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇക്കയുടെ രാഷ്ട്രീയ രംഗത്തിലേക്കുള്ള കടന്നുവരവൊക്കെ കുടുംബത്തോടു കൂടി തന്നെയാണ്? കുടുംബത്തോടു കൂടി തന്നെയാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ആശയപരമായ കാഴ്ചപ്പാടുകളും എൻ്റെ പൊളിറ്റിക്കൽ വില്ലും അതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയം തൊട്ട് രാഷ്ട്രീയ രംഗത്തുണ്ട്. പഠനകാലങ്ങളിലൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇപ്പോൾ നാട്ടിൽ സജീവമായ സമയത്ത് യുവജന സംഘടന ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണ വിജയിക്കും തന്നെയാണോ പ്രതീക്ഷ? ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രവർത്തനങ്ങളും അത്തരത്തിലാണ്. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ പിന്തുണയുണ്ട്. ആ പിന്തുണയിലാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനുള്ളത്. ഇത്തവണ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിൽ ആഗ്രഹമുണ്ട്. ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്, നമ്മളുടെ ഒരു യുവതലമുറയെ നമ്മളുടെ സമൂഹത്തിൻ്റെ ഭാഗമാക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു കുറവ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനാണ് ഞാനൊരു പ്രാമുഖ്യം നൽകാൻ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്നത്. ക്ലബ്ബുകൾ, അതുപോലെ തന്നെ നമുക്ക് പറയുന്നത് ഈ കാർഷിക രംഗത്ത്, അതുപോലെ അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ ലൈബ്രറികളൊക്കെ പരിപോഷിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളും മനസ്സിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളൊരു അവസരം തന്നു കഴിഞ്ഞാൽ ആ ആശയങ്ങൾക്കനുസരിച്ച് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അപ്പോൾ ഇത്തവണ എന്തായാലും വിജയം കൈവരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. അതെ, പാർട്ടിയും അതുപോലെ തന്നെ UDFും സംവിധാനം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് പഞ്ചായത്തിൽ ഇത്തവണ ഭരണം പിടിക്കും UDF എന്നുള്ള നിലയിലാണ്. അതിൻ്റെ ഒരു ഭാഗമാകാൻ കൂടി എനിക്ക് സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമുണ്ട്. ഓക്കെ, ശരി.